ഊരകം യാറമ്പടി മഖാം സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത ഊരകം യാറമ്പടിയിലാണ് മഖാം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ യാത്ര ആരംഭിച്ചു. വേങ്ങര ടൗണിൽ നിന്നും 4 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഇവിടേക്കുള്ളത്. വഴികളെല്ലാം സുപരിചിതമാണ്. കുറ്റാളൂർ ദർസിൽ പഠിക്കുന്ന കാലത്ത് പല പ്രാവശ്യം വെള്ളിയാഴ്ചകളിലും മറ്റും ഇവിടേക്ക് ഉറുദിക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഊരകം യാറമ്പടി മഖാം. ഊരകം കോണിത്തോട് പള്ളി ഖബർസ്ഥാനിൽ വേങ്ങര മലപ്പുറം പാതയോട് ചേർന്ന് നിൽക്കുന്നു. ധാരാളം ആളുകൾ ഇവിടെ സിയാറത്തിനായി വരുന്നു. മാട്ടിൽ അലവി മുസ്ലിയാർ എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രശസ്ത പണ്ഡിതനും സൂഫി വര്യനുമായിരുന്നു മാട്ടിൽ അലവി മുസ്ലിയാർ. മുസ്ലിയാരുപ്പാപ്പ എന്നാണ് ജനങ്ങൾ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. ഹിജറ വർഷം 1296 ഊരകത്ത് മാട്ടിൽ മുഹിയുദ്ദീൻ മൊല്ലയുടെ മകനായി ജനിച്ചു. പിതാവിൽ നിന്ന് തന്നെയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് പൊന്നാനിയിൽ പോയി അവിടെ 20 കൊല്ലം പഠിച്ചു. തിരൂരങ്ങാടി കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പൊന്നാനി കുഞ്ഞൻ ബാവ മുസ്ലിയാർ, തട്ടാങ്കര കുട്ടിയാമ്പു മുസ്ലിയാർ എന്നീ സാത്വികരാണ് ഉസ്താദുമാർ. കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാർ, മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, താനൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, വെള്ളേങ്ങര ഹസൻ മുസ്ലിയാർ, ഫഖീഹ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്നിവർ സഹപാഠികളാണ്. സർവ ഫന്നുകളിലും ആയത്തിലുള്ള അറിവ് കരസ്ഥമാക്കിയ മഹാൻ തിരൂരങ്ങാടി, സ്വന്തം നാടായ ഊരകം, മലപ്പുറം, കൈപ്പറ്റ, ചാലിയം, കുഴിപ്പുറം എന്നിവിടങ്ങളിൽ ദർസ് നടത്തി. തീർത്തും സംശുദ്ധമായ ജീവിതം നയിച്ച അലവി മുസ്ലിയാർ ഒരുപാട് കറാമത്തുകൾക്കുടമയാണ്. ഹിജറ വർഷം 1350 റബീഉൽ ആഖിർ 11 മാട്ടിൽ അലവി മുസ്ലിയാർ വഫാത്താകുന്നത്. വർഷം തോറും മഖാമിൽ നടന്നു വരാറുള്ള ഉറൂസ് മുബാറക്ക് പ്രസിദ്ധമാണ്. നാടിൻ്റെ വിവിധ തുറകളിലുള്ള ആയിരങ്ങളാണ് ഉറൂസിലും തുടർന്നുള്ള അന്നദാനത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.